എറണാകുളം പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ തർക്കത്തിന് പരിഹാരമാവുകയാണ്. 7 ദളിത് കുടുംബങ്ങൾക്കും മലയിടം തുരുത്തിൽ തന്നെ ഭൂമി നൽകും. ശങ്കരൻ നായരുടെ ഭൂമിയിൽ തന്നെ കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം നൽകാൻ ധാരണയായി. ഒരു വർഷത്തിനകം സർക്കാർ ഈ ഭൂമിയിൽ വീട് പണിത് നൽകുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. വീട് പണി പൂർത്തിയാകുന്നതുവരെ നിലവിലുള്ള വീട്ടിൽ തന്നെ കുടുംബങ്ങൾക്ക് താമസിക്കാം. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല അല്ലെങ്കിൽ പെരുവഴിയിലാക്കരുത് എന്ന താല്പര്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. 5 സെന്റ് ഭൂമി നമ്മളവിടെ അളന്ന് തിട്ടപ്പെടുത്തി ഓരോ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുകയും അവിടെ സർക്കാർ മുൻകൈയെടുത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യും. ഇത് എത്രയും വേഗം ഇത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ ഒരു 10 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഈ കുടുംബങ്ങളെ ആ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവുന്നതുവരെ അല്ലെങ്കിൽ അവർക്ക് അവിടേക്ക് മാറാനുള്ള സാഹചര്യമാവുന്നതുവരെ നിലവിലുള്ള ഭവനങ്ങളിൽ തന്നെ അവർക്ക് താമസിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക, ഒരു സാവകാശം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. കോടതി വിധിയെ തുടർന്ന് പാരിയത്തുകാവ് നിവാസികളെ കുടിയൊഴിപ്പിക്കുക എന്ന നിലപാട് വന്നപ്പോഴാണ് അവിടെ സമരസമിതി രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്ന ചർച്ചക്കകത്ത് വാദിഭാഗം തന്നെ ഈ പറയുന്ന പാരിയത്തുകാവ് ഭൂമിക്കകത്ത് തന്നെ ഈ മനുഷ്യർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും അതിനോട് സഹകരിച്ചുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള 15-ലധികം കേസുകൾ, ആ കേസുകൾ മുഴുവൻ നിരുപാധികം പിൻവലിക്കാം എന്നുള്ള ഉറപ്പുകൂടി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിൽ നടന്നിട്ടുള്ള ചർച്ചയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സജോ ദേവസ് നൽകും വിശദാംശങ്ങൾ. സജോ, പാരിയത്തുകാവിൽ അങ്ങനെ ആശ്വാസമാവുകയാണ്. ഈ അവസാന നിമിഷം ഭൂവുടമകളൊക്കെ ചർച്ചയിൽ നിന്ന് പിന്മാറിയതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അത് ഫലം കണ്ടിരിക്കുന്നു. എന്തൊക്കെ ഉപാധികളിന്മേലാണ് ഇപ്പോൾ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്? കീർത്തന ഷിഹാസ്, ഗുഡ് മോർണിംഗ്. അതായത് UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് പാരിയത്തുകാവെ കുടിയൊഴിപ്പിക്കൽ തർക്കവും സമരവുമായിരുന്നു. ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകുന്നു, അതിലൊരു അന്തിമ ധാരണയിലേക്ക് പോകാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലൂടെ സാധ്യമായിരിക്കുന്നു എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുദീർഘമായ ചർച്ചകൾ, സമരങ്ങൾ ഒക്കെ നമ്മൾ ചെറുത്തുനിൽപ്പ്, നിയമപോരാട്ടം ഒക്കെ കണ്ടതാണ്. അതിനൊടുവിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുന്നു എന്നത് വലിയ വിജയമാണ്. അതേസമയം CPIM നേതൃത്വത്തിലുള്ള സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമരവും ഫലം കാണുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നെന്ന് വിലയിരുത്തുന്നു. അതായത് അവിടെ 2.65 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. ആ ഭൂവുടമസ്ഥാവകാശം കണ്ണോത്ത് ശങ്കരൻ നായരുടെ കുടുംബത്തിനാണ് ലഭ്യമായിരിക്കുന്നത്. അവർ സർക്കാരുമായി ധാരണയിലെത്തിയിരിക്കുന്നത് 5 സെന്റ് വീതം. ആകെ 7 ദളിത് കുടുംബങ്ങളാണ് ഉള്ളത്. അവർക്ക് എല്ലാവർക്കും ഭൂമി ആവശ്യമുണ്ടെങ്കിൽ 35 സെന്റ് സ്ഥലം അത് ഈ ഭൂമിയുടെ ഒരു വശത്ത് നൽകാൻ, അങ്ങോട്ടേക്ക് പഞ്ചായത്ത് റോഡ് സർക്കാർ നിർമ്മിച്ചു നൽകാൻ ധാരണയായി. അവിടെ സർക്കാർ സ്പോൺസർഷിപ്പിലൂടെ 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത അല്ലെങ്കിൽ അതിലും മികച്ച ഒരു വീട് സ്പോൺസർഷിപ്പിലൂടെ എല്ലാവർക്കും നിർമ്മിച്ചു നൽകും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അതുവരെ ഇപ്പോൾ അവർ താമസിക്കുന്ന വീടുകളിൽ തന്നെ താമസിക്കാൻ അവരെ അനുവദിക്കുന്നു എന്നതാണ് ഒരു ധാരണ. അങ്ങനെ വരുമ്പോൾ അതിലൊരു ധാരണയിലേക്ക് എത്തുന്നു. ഇരു കൂട്ടർക്കും, അതായത് ഇതിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചവർക്കും കുടിയിറക്കപ്പെടുന്നവർക്കും ഉചിതമായ അല്ലെങ്കിൽ അവർക്കെല്ലാം അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു പൊതു ധാരണ, ഒരു കരാർ ഉണ്ടാക്കും. ആ കരാർ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുക. ഹൈക്കോടതി സമയം നിശ്ചയിച്ച് നൽകിയിരുന്നത് 16-ാം തീയതി വരെയാണ്, അതായത് മറ്റന്നാൾ വരെയാണ്. അതിനുള്ളിൽ ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് വളരെ ആശ്വാസകരമാണ്. ആ കുടുംബങ്ങൾ കുടിയിറങ്ങി പുറത്തേക്ക് തെരുവിലേക്ക് പോവുക എന്നത് ഏതായാലും അംഗീകരിക്കപ്പെടാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ അവർക്ക് 5 സെന്റ് സ്ഥലം വീതം ആ ഭൂമിയുടെ ഒരു വശത്ത് ലഭ്യമാകുന്നു. അങ്ങോട്ടേക്ക് റോഡ് ആക്സസ് ലഭ്യമാകുന്നു. അവിടെ തന്നെ മികച്ച വീടുകൾ, ഇപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം സാമാന്യം ഭേദപ്പെട്ട മികച്ച വീടുകളുണ്ട്. സ്വാഭാവികമായും സാധാരണഗതിയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ വീട് നിർമ്മിച്ച് നൽകുക എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ്. അതുകൊണ്ട് മികച്ച വീടുകൾ തന്നെ ഒരുക്കാൻ കഴിയും വിധം സർക്കാരിന്റെ മുൻകൈയിൽ തന്നെ ആദ്യം ഒരു കരാർ ഉണ്ടാകുന്നു. അതായത് ഇരു കൂട്ടർക്കും അംഗീകരിക്കാൻ കഴിയുന്ന പൊതുവായ ധാരണകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു കരാറാണ്. പ്രധാനമായും ആ കരാറിൽ മറ്റ് കാര്യമായ നിബന്ധനകൾ ഉണ്ടാകില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഈ സ്ഥലം അങ്ങോട്ടേക്ക് റോഡ് ആക്സസ് ഉണ്ടാകും. ആ റോഡിനുള്ള സ്ഥലം വിട്ടു നൽകും. അവിടെ 5 സെന്റ് വീതം സ്ഥലം നൽകും. അവിടെ സർക്കാർ തന്നെ സ്പോൺസർഷിപ്പിലൂടെ വീട് വെച്ച് നൽകും. ഇത്തരം ധാരണകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കരാറായിരിക്കും എഴുതി ഉണ്ടാക്കുക. അത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെയാകും. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. ഇരുകൂട്ടരും, അതായത് അവിടുന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്ന മനുഷ്യർ, അതുകൂടാതെ ഭൂവുടമസ്ഥാവകാശം ലഭിച്ചവരൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായി അവരെല്ലാവരും പൊതുവായി ഈ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഈ കാര്യം ഹൈക്കോടതിയെ അറിയിക്കുക, ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കും എന്ന് AGക്ക് തന്നെ കോടതിയെ അറിയിക്കാവുന്നതാണ്. ഇതോടുകൂടി ആ നിയമപോരാട്ടത്തിന്റെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുകയാണ്. അങ്ങനെ ഒരു കരാർ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനും
ബാധ്യതയുണ്ടാകും. സർക്കാർ, അതായത് ജില്ലാ ഭരണകൂടം മുൻകൈ എടുത്തുള്ള ഒരു കരാർ, അല്ലെങ്കിൽ സർക്കാർ മുൻകൈ എടുത്തുള്ള ഒരു കരാർ എന്ന് പറയുമ്പോൾ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ധാരണകൾ. അപ്പോൾ അവർക്ക് 5 സെന്റ് ഭൂമി ലഭ്യമാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ധാരണകൾ, അന്തിമമായ ധാരണ ഉണ്ടായിരിക്കുകയാണ്. ഇനി കരാർ മാത്രമേ ഇതിന്റെ നടത്തിപ്പും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ശരി, അങ്ങനെ പാരിയത്തുകാവിൽ ആശ്വാസമാവുകയാണ്. ചൊവ്വാഴ്ചയാണ് അഭിഭാഷക കമ്മീഷൻ വീണ്ടും വരാനിരുന്നതിന് മുൻപ് ഒരു തർക്ക പരിഹാരം അതുണ്ടായിരിക്കുന്നു. സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.